അപ്പോൾ ഇന്നൊരു കേക്കിൻ്റെ വീഡിയോ കേട്ടോ. നമ്മുടെ ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ടുള്ള വളരെ കുറച്ച് ഐറ്റങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നല്ല സ്പോഞ്ച് പോലത്തെ കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പം നമ്മുടെ ചൊവ്വാഗ്രഹമൊക്കെ പോയ പ്രതലമുള്ള ഒരു കേക്ക്. അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. വളരെ സോഫ്റ്റാണ്, നല്ല ചൂട് കേക്ക് കേട്ടോ. അപ്പം അങ്ങോട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ. കണ്ടോ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കണ്ടോ. അപ്പോൾ ഇതെങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കേക്ക് കേട്ടോ. ആദ്യം തന്നെ പഞ്ചസാരയാണേ, അളവുകളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ട ഓരോന്ന് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ പാല്, ഓയില്, സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്, പിന്നെ ബേക്കിംഗ് പൗഡർ, വിനെഗർ, പിന്നെ വാനില എസൻസ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നന്നായിട്ട് അരിച്ചെടുത്ത 1 കപ്പ് ഗോതമ്പ് പൊടി. മുൻപ് ചേർത്ത ഓരോ ഐറ്റങ്ങളും ചേർക്കുമ്പോഴും മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അടുത്ത ഐറ്റങ്ങൾ ചേർക്കാവുള്ളൂ കേട്ടോ. നമ്മൾ ആവശ്യമുള്ള പാത്രം എടുത്തിട്ടുണ്ട്, അലുമിനിയം പാത്രമാണ്, കേക്ക് ട്രേ തന്നെയാണ്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തടവി കൊടുത്തതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. നമ്മുടെ ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് തട്ടി എല്ലാ വശത്തും ഒന്ന് ഫില്ലാകാൻ വേണ്ടിയാണ് തട്ടി കൊടുക്കുന്നത്. ശേഷം നമ്മളൊരു 5 മിനിറ്റ് തുറന്ന് വെച്ച് നന്നായിട്ട് ഹീറ്റാക്കി നമ്മൾ കുക്കറിനകത്തോട്ടൊരു തട്ട് വെച്ച് കേക്കിൻ്റെ ബാറ്റർ ഇറങ്ങിയ പാത്രം വെച്ച് നമുക്ക് ഏകദേശം ഒരു 45 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ്. അപ്പോൾ വേകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു ഈർക്കിലിയോ അല്ലെങ്കിൽ പപ്പടത്തിൻ്റെ കമ്പിയോ വെച്ചൊന്ന് കുത്തി കഴിയുമ്പോൾ അതിൽ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തതാണ്. കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതേ നിങ്ങൾ വിട്ടുപോയി കേട്ടോ. നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ്. കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ടും അല്ലെങ്കിൽ രാവിലത്തെ 10 മണി പലഹാരമായിട്ട് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയ കേക്കാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ.